ഡിസൈനിങ് എബിലിറ്റിയും ക്രിയേറ്റീവ് എബിലിറ്റിയും ഉള്ള സ്റ്റുഡൻസ് ഒരുപാട് ആഗ്രഹത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു സ്ഥാപനമാണ് നിഫ്റ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. നിഫ്റ്റിലേക്ക് 2025 അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എപ്പോഴാണ് എൻട്രൻസ് പരീക്ഷ നടക്കുക, എന്താ അതിൽ ചോദിക്കുക, എന്തൊക്കെ കോഴ്സുകളാണ് ഉള്ളത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. മൊത്തം 19 നിഫ്റ്റുകളാണുള്ളത്. ഇതിലൊരു നിഫ്റ്റ് നമ്മുടെ കേരളത്തിലുണ്ട്, കണ്ണൂരിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാച്ചിലർ ഡിഗ്രിയിലെ കോഴ്സുകളെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് ബി ഡിസൈനിങ് കാറ്റഗറിയിൽ വരുന്ന കോഴ്സും മറ്റേത് BF ടെക്കിൽ വരുന്ന കോഴ്സും. ബൈ ദ വേ, നമ്മുടെ 2025 അഡ്മിഷനിൽ മാസ്റ്റർ ഡിഗ്രിയുടെ ആപ്ലിക്കേഷനും കോൾ ഫോർ ആയിട്ടുണ്ട്. ബട്ട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാച്ചിലർ ഡിഗ്രി കോഴ്സസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ബാച്ചിലർ ഓഫ് ഡിസൈനിങ് എന്ന് പറയുന്ന BDIS കോഴ്സിന് അണ്ടറിൽ നമുക്ക് 7 കോഴ്സസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ BF ടെക്കിൽ ഒരു കോഴ്സും, അങ്ങനെ ടോട്ടലി നോക്കുകയാണെങ്കിൽ ബാച്ചിലർ ഡിഗ്രിയിൽ 8 കോഴ്സുകളാണ് നമുക്കവിടെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. പിന്നെ ബി ഡിസൈനിങ്ങിൻ്റെ അടിയിൽ 7 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഈ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഫാഷൻ ഡിസൈൻ ഉണ്ട്, നിറ്റ് വെയർ ഡിസൈൻ ഉണ്ട്, ടെക്സ്റ്റൈൽ ഡിസൈൻ ഉണ്ട്, അതുപോലെ തന്നെ ലെതർ ഡിസൈൻ ഉണ്ട്. അങ്ങനെ ഒരു 7 കോഴ്സുകൾ അതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. ഈ 7 കോഴ്സുകളിലും കൂടെ എത്ര സീറ്റ് ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഓരോന്നിനും ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സീറ്റ്സ് ആണ് നമുക്ക് പറയാൻ പറ്റുക. ഫാഷൻ കമ്മ്യൂണിക്കേഷനകത്ത് 719ഓളം സീറ്റുകളുണ്ട്. ഏറ്റവും കുറവ് സീറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു പുതിയ സാധനം ആഡ് ഓഫ് ആയിട്ടുണ്ട്. അതായത് ഫാഷൻ ഇൻറ്റീരിയർ എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. ഫാഷൻ ഇൻറ്റീരിയറിന് 41 സീറ്റ്, ബാക്കി എല്ലാത്തിനും 100-ലധികം സീറ്റുകളുണ്ട്. ചിലതിനെന്ന് പറഞ്ഞാൽ 700-ലധികം സീറ്റുകളുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ 719 സീറ്റുകളുണ്ട്. ഇത്രയും സീറ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതിനകത്ത് BF ടെക് എന്ന് പറയുന്ന കോഴ്സിന് ടോട്ടലി നമുക്ക് 591 സീറ്റ്സ് അവൈലബിൾ ആണ്. ബി ഡിസൈനിങ് എന്ന കോഴ്സ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ +1 +2 എന്ത് പഠിച്ചാലും പ്രശ്നമില്ല. അതായത് ഹ്യൂമാനിറ്റീസ് ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എങ്കിലും നിങ്ങൾ എലിജിബിൾ ആണ് ആ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. ബട്ട് BF ടെക് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ 11th 12th മാത്ത് പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് കൊമേഴ്സിൻ്റെ കൂടെ മാത്ത് പഠിക്കണോ, സയൻസിൻ്റെ കൂടെ മാത്ത് പഠിക്കണോ എന്നൊന്നും നിർബന്ധമില്ല. ബട്ട് മാത്ത് ഷുഡ് ബി എ സബ്ജക്റ്റ്. ബൈ ദ വേ, NIOS പഠിച്ചവർക്കും ഈ എക്സാം എഴുതിയിട്ട് നിഫ്റ്റിൽ അഡ്മിഷൻ എടുക്കാം കേട്ടോ. അത് അവരുടെ പ്രോസ്പെക്ടസിനകത്ത് വളരെ വ്യക്തമായിട്ട് അവരത് പറയുന്നുണ്ട്. ഇനി ഏജിൻ്റെ കാര്യത്തിൽ അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് വച്ചിരിക്കുന്നത് 24 വയസ്സാണ്. പിന്നെ നമ്മൾ ഇതിൽ നടക്കുന്ന പരീക്ഷകൾ, ഈ പരീക്ഷകൾ 2 വാക്ക് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണം. GAT, അതായത് GAT ജനറൽ എബിലിറ്റി ടെസ്റ്റും, CAT എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റും. ഇതിൽ BF ടെക് എന്ന് പറയുന്ന ഈ GAT എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് 2 സെക്ഷൻ ഉണ്ട്, സെക്ഷൻ എയും സെക്ഷൻ ബിയും. അപ്പോൾ അതിൽ ഈ BF ടെക് പഠിക്കുന്നവർ സെക്ഷൻ എയും സെക്ഷൻ ബിയും എഴുതണം ജനറൽ എബിലിറ്റി ടെസ്റ്റിൽ. പക്ഷേ ബി ഡിസൈനിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ജനറൽ എബിലിറ്റി ടെസ്റ്റിനകത്ത് നിന്ന് സെക്ഷൻ എ മാത്രം എഴുതിയാൽ മതി. പക്ഷേ അതിനോടൊപ്പം അവർക്ക് വേറൊരു ടെസ്റ്റും കൂടെ വരും. അത് ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന CAT ആണ്. BF ടെക്കുകാർക്ക് CAT എഴുതണ്ട. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ബേസിക് വ്യത്യാസം നമ്മൾ പറയുകയാണെങ്കിൽ. പക്ഷേ ഈ ഫെബ്രുവരി 9 നടക്കുന്ന ഈ പരീക്ഷ മാത്രം എഴുതി കഴിഞ്ഞാൽ പരിപാടിയെല്ലാം തീരുമോ? ഒരിക്കലും തീരാൻ പോകുന്നില്ല. 2025 ഫെബ്രുവരി 9 പരീക്ഷ നടക്കുന്നത് കേട്ടോ. അപ്പം തീരില്ല. കാരണം ഇതൊരു പ്രിലിമിനറി റൗണ്ട് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഈ ബി ഡിസൈനിങ് പഠിക്കാൻ പോകുന്നവർക്ക് സ്റ്റുഡിയോ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ലെവലുണ്ട്. ഈ സ്റ്റുഡിയോ ടെസ്റ്റിനെ കുറിച്ചൊക്കെ ഞാൻ ഇതിന് മുൻപ് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. സ്റ്റുഡിയോ ടെസ്റ്റ് വരും. പക്ഷേ BF ടെക് എഴുതുന്നവർക്ക് എന്ന് പറയുന്നത് സ്റ്റുഡിയോ ടെസ്റ്റ് അല്ല, അവർക്ക് ടെക്നിക്കൽ എബിലിറ്റി അവരുടെ അത് അളക്കാനുള്ള തരത്തിലുള്ള ഒരു ടെസ്റ്റ്, ടെക്നിക്കൽ എബിലിറ്റി ടെസ്റ്റാണ് അവിടെ വരിക. ഇനി ഇതിൻ്റെ ഈ പരീക്ഷയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്കോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, അതിനകത്ത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രൊഫഷൻസി അറിയാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ലോജിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, അതുപോലെ തന്നെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ പരീക്ഷയിൽ, ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് കേട്ടോ, ഈ പരീക്ഷയിൽ ഉണ്ടാവുന്നത്. ഈ ഒരു മോഡിൽപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പ്രോപ്പറായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഇതിന് നിർബന്ധമാണ്. പിന്നെ കേസ് സ്റ്റഡി ഉണ്ട് കേട്ടോ. കേസ് സ്റ്റഡി എല്ലാ BF ടെക് BDIS എല്ലാവർക്കും കേസ് സ്റ്റഡി ഇല്ല. BF ടെക്കിന് മാത്രമാണ് സെക്ഷൻ ബിക്കകത്തും മറ്റോ ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യനും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നിങ്ങൾ ടോട്ടലി അറിയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ പ്രോപ്പറായി പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ 12ാം ക്ലാസ്സുകാർ ഇത് കേട്ടിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ. പക്ഷേ 11ാം ക്ലാസ്സുകാർ ഇത് കേൾക്കുന്നുവെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് കോൺഫിഡൻസോടുകൂടി ഫേസ് ചെയ്യാൻ പറ്റും. ഇനി 12 പഠിച്ചവർ ഇതുവരെ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ കുറച്ച് ഇപ്പോൾ തൊട്ടെങ്കിലും ഒന്ന് കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ട് കോൺഫിഡൻസോടുകൂടി പോയിട്ട് എക്സാം എഴുതൂ കേട്ടോ. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.